മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥനയാണ്. വിശുദ്ധ മിഖായേലിനെ വിളിച്ചപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 13-ാം വാക്യം, പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്തു നിന്നു, എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി. ദാനിയേല് പറയുകയാണ്, പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ എന്ന് പറയുന്നത് തിന്മയുടെ ശക്തിയാണ്. തിന്മയുടെ അരൂപി ഈ ദാനിയേലിന്റെ സന്നിധിയിലേക്ക് യുദ്ധത്തിനെത്തി കഴിഞ്ഞപ്പോൾ അവിടെ കാവൽ ദൂതനായ മിഖായേൽ സഹായത്തിന് എത്തുകയാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മിഖായേൽ മാലാഖയെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ ഗ്രിഗറി പറയുകയാണ്, വലിയ ആത്മീയ പോരാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മിഖായേൽ പ്രധാന ദൂതൻ ദൈവത്തിന്റെ ശക്തിയുടെ അടയാളമായി പ്രത്യക്ഷപ്പെടുന്നു. എന്തിന്റെ അടയാളമായി പ്രത്യക്ഷപ്പെടുന്നു? ദൈവത്തിന്റെ ശക്തിയുടെ അടയാളമായി പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ സാധാരണ കുടുംബ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാര ശക്തികൾ നമ്മളെ വിട്ടുപോകും, തിന്മയുടെ ശക്തികൾ നമ്മുടെ കുടുംബത്തെ വിട്ടുപോകും. അതുകൊണ്ട് മിഖായേൽ ദൈവത്തിന്റെ തന്നെ ശക്തിയുടെ അടയാളമാണ്. തിന്മയ്ക്കെതിരെ ദൈവം പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ കാവൽ ദൂതൻ തന്നെ. അപ്പോൾ പ്രധാന ദൂതനായ മിഖായേലിന്റെ ശക്തി, അത് മിഖായേലിന്റെ ശക്തിയല്ല, ദൈവത്തിൽ നിന്ന് ലഭിച്ച അധികാരത്തിൻ്റെയും അതുപോലെ ദൗത്യത്തിൻ്റെയും ശക്തിയാണ്. അതുകൊണ്ട് വിശുദ്ധ മിഖായേലിനുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ ദൈവകൃപയിൽ തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ദൈവകൃപയിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ എപ്പോഴും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് വിശുദ്ധ മിഖായേലിനോട് പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കണം.